പതിനായിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള ഒരേക്കറോളം ഭൂമി സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ കോടതി വിധി. 2 വർഷം മുൻപ് വന്ന വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചില്ല എന്ന് ആക്ഷേപം. സംസ്ഥാനത്ത് തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഗവൺമെന്റ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന ഖ്യാതിയും രാജാസിന് തന്നെയാണെന്നിരിക്കെയാണ് ഈ ദുർവിധി. വിധിയുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് സർവേയർ സ്കൂളിലെത്തിയതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം PTA അടക്കമുള്ളവർ മനസ്സിലാക്കുന്നത്. 12.75 ഏക്കറിലധികം ഭൂമിയുള്ള സ്കൂളിന്റെ സുരക്ഷ പരിഗണിച്ച് 2006 ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ കെട്ടാൻ തീരുമാനിച്ചിരുന്നു. ദേശീയപാതയോട് ചേർന്ന് പടിഞ്ഞാറ് വശത്ത് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് അവകാശവാദവുമായി സ്വകാര്യ വ്യക്തി എത്തുന്നത്. മതിൽ കെട്ടിയാൽ തൻ്റെ ഭൂമി നഷ്ടപ്പെടുമെന്ന ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റീസർവേ നടത്തുകയും ഭൂമി സ്കൂളിൻ്റേതാണെന്ന് അന്ന് ബോധ്യപ്പെടുകയും ചെയ്തെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. റീസർവേ പ്രകാരം അധ്യാപക ഭവനും മൈതാനത്തിനും ഇടയിലുള്ള ഞാറമരങ്ങൾ തിങ്ങി വളരുന്ന ഭാഗത്തെ 15 സെന്റോളം ഭൂമി മാത്രമാണ് പരാതിക്കാരൻ്റെ അധീനതയിലുള്ളതെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പരാതിക്കാരൻ തിരൂർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതോടെ ഈ ഭാഗത്തെ മുഴുവൻ പ്രവൃത്തികളും നിർത്തിവെക്കേണ്ടി വന്നു. 2006 നൽകിയ പരാതിയിൽ 2023 ഫെബ്രുവരി 28 സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്നത്. 2024 സർവശിക്ഷ കേരളയുടെ ഫണ്ടായ 4.8 ലക്ഷം രൂപ ഉപയോഗിച്ച് ചുറ്റുമതിൽ കെട്ടാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കേസ് വിവരങ്ങൾ അന്വേഷിക്കുവാൻ PTA കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം 2 സമിതി കോടതിയെ സമീപിച്ചതോടെയാണ് വിധി പുറപ്പെടുവിച്ച കാര്യം അറിയുന്നത്. എന്നാൽ പരാതിക്കാരന് അനുകൂലമായി വന്ന വിധിയുടെ പകർപ്പ് 1ഉം 2ഉം കക്ഷികളായ ജില്ലാ കളക്ടർക്കും പ്രിൻസിപ്പലിനും രേഖാമൂലം ലഭിച്ചിരുന്നില്ല. തുടർന്ന് വിധിയുടെ പകർപ്പ് അധികൃതർ ശേഖരിക്കുകയായിരുന്നു. ശേഷം പ്രിൻസിപ്പൽ, ജില്ലാ കളക്ടർ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നിവരെ നേരിൽ കണ്ട വിവരമറിയിച്ചു. ഒരു കാരണവശാലും സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുവാൻ കഴിയില്ലെന്നും വീണ്ടും റീസർവേ നടത്തണമെന്നുമുള്ള ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ജൂണിൽ സർവേയർക്ക് അപേക്ഷ നൽകി. കോടതിയിൽ ഭൂമി സംബന്ധിച്ച ഇൻജങ്ഷൻ ഓർഡർ ഉള്ളതിനാൽ പ്രയാസമാണെന്ന നിലപാടാണ് മറുപടിയിൽ ലഭിച്ചത്. എന്നാൽ കോടതി വിധി പ്രകാരം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടികൾക്ക് സർവേയർ എത്തിയെന്നതാണ് സ്കൂൾ അധികൃതരെ പ്രതിസന്ധിയിലാക്കുന്നത്. വിധിയുടെ പകർപ്പ് ലഭിച്ച് 1 വർഷമായിട്ടും നഗരസഭ, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരെ കൂട്ടുകക്ഷി ചേർത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ലെന്നതും തിരിച്ചടിയായത്. ഒരു കാരണവശാലും സർക്കാർ ഭൂമി വിട്ടു നൽകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് T. കബീർ പറഞ്ഞു. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. അതിന് വേണ്ടപ്പെട്ട സർക്കാർ വകുപ്പുകൾ ഉണർന്നു പ്രവർത്തിക്കണം, നഗരസഭ ഉണർന്നു പ്രവർത്തിക്കണം, PTA ഉണർന്നു പ്രവർത്തിക്കണം, സ്കൂൾ അധികാരികളും. അങ്ങനെ ഈ ഭൂമി തിരിച്ചുപിടിക്കണം. ഇത് രാജാസ് ഹൈസ്കൂളിന്റെ പൊതു സ്വത്താണ്. അത് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിലെ ഒരു പ്രാഥമികമായി നഗരസഭയിലെ കൗൺസിലർമാർ എന്ന നിലക്ക് ജനങ്ങളുടെ മുന്നിൽ ഈ പ്രശ്നം കൊണ്ടുവരുന്നതിനും നഗരസഭാധികാരിയുടെ ഭാഗത്ത് ഈ പ്രശ്നം ഗൗരവത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ്, ഇവിടെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥലം ഇന്ന് സന്ദർശിച്ച് അതിന്റെ വിവരങ്ങൾ തേടിയിട്ടുള്ളത്. സ്കൂൾ അധികൃതരും PTAയും നഗരസഭയും ഇതിന് കൂട്ടുനിൽക്കില്ലെന്നും അറിയാതെ പോയതാണ് വിഷയത്തിന് കാരണമായതെന്നും ഏത് തരത്തിലുള്ള നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു. കോട്ടക്കൽ കിഴക്കേ കോവിലകത്തിന്റെ കീഴിൽ 1920 കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ സ്ഥാപിതമായത്. 1978 അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയി മാറിയതും അതിനുശേഷമാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ 2005-06 ആ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോഴാണ് ഒരു സ്വകാര്യ വ്യക്തി തങ്ങളുടെ സ്ഥലം ഉണ്ടെന്ന് പറയുകയും അവകാശവാദം ഉന്നയിക്കുകയും സർവേക്ക് പോയതും എല്ലാം. അതിനുശേഷം 15ഓളം സെന്റാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് കണ്ടെത്തുകയും അതിനുശേഷം അദ്ദേഹം തിരൂർ സബ് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യും. 2023 അദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു എന്ന് അറിയുന്നത് തന്നെ ഇപ്പോഴാണ്. അതായത് നമുക്ക് ഗവൺമെൻറ് പ്ലീഡർ ഇത്തരത്തിലുള്ളൊരു വിധി മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ സ്കൂളിനോ മറ്റ് അധികൃതർക്കോ കൈമാറിയിട്ടില്ല, വിവരം അറിയിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈയിടെയാണ് ഇങ്ങനെ ഒരു വിധി 2023 വന്നിട്ടുണ്ട് എന്നത് തന്നെ മുനിസിപ്പാലിറ്റിയും സ്കൂൾ അധികൃതരും PTAയും എല്ലാം അറിയുന്നത് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ
നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അപ്പീലിന് പോവേണ്ടതായിരുന്നു. സബ് കോടതിയുടെ വിധിയാണ്. തീർച്ചയായിട്ടും അപ്പീലിന് പോകേണ്ടതായിരുന്നു. ഇത് പ്രകാരം ഈ വിധി പ്രകാരം ഏകദേശം 1 ഏക്കറിനധികം കണ്ണായ സ്ഥലം, പടിഞ്ഞാറ് ഭാഗത്ത് കൂടി വരുന്ന കണ്ണായ സ്ഥലം സ്കൂളിന് നഷ്ടപ്പെടും, സർക്കാരിന് നഷ്ടപ്പെടും, സർക്കാർ ഭൂമി നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്കാണ്. തീർച്ചയായിട്ടും അതിനൊരിക്കലും സ്കൂൾ അധികൃതരും PTA-യും മുനിസിപ്പാലിറ്റിയും ഒന്നും കൂട്ടുനിൽക്കില്ല. കാരണം ഇത് അറിയാതെ പോയതാണ് വാസ്തവം. തീർച്ചയായിട്ടും ഇതിന് തക്കതായിട്ടുള്ള നമ്മൾ അപ്പീലിന് പോകാനും മറ്റ് നടപടിക്രമങ്ങൾ എന്താണോ നമ്മുടെ വക്കീലുമായി സംസാരിച്ച് മറ്റ് നടപടിക്രമങ്ങൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെയും തീരുമാനം. ഒരിക്കലും നമുക്ക് അവകാശപ്പെട്ട ഭൂമി അനധികൃതമായിട്ട് വിട്ടു നൽകാൻ നമ്മളാരും തയ്യാറല്ല. അതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗവൺമെന്റ് തലത്തിൽ സംസ്ഥാനത്ത് 1525 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും വലിയ വിദ്യാലയവും ഹൈസ്കൂൾ വിഭാഗം കൂടി കൂട്ടിയാൽ 3500-ലധികം വിദ്യാർത്ഥികൾ കൂടി പഠിക്കുന്ന വിദ്യാലയമാണ് രാജാസ്. അടുത്ത ദിവസം സർവേ നടപടികളുമായി മുൻപോട്ട് പോകുവാൻ തീരുമാനമായെങ്കിലും കളക്ടറും തഹസിൽദാറും ഇടപെട്ടതിനാൽ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നതാണ് ആശ്വാസത്തിന് വകവയ്ക്കുന്നത്. വ്യാഴാഴ്ച നടക്കുവാൻ പോകുന്ന PTA മീറ്റിംഗിൽ തുടർ നടപടി കൈക്കൊള്ളുവാൻ തീരുമാനമാകുമെന്നും പറയുന്നു. ഒരു നാടിൻ്റെ വികാരവും അഭിമാനവുമായ രാജാസിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പ്രമുഖരാണ് വിദ്യ നേടി ഇറങ്ങിയിരിക്കുന്നത്. ആ വിദ്യാലയത്തിനാണ് ഈ ദുർവിധി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഏവരെയും ആശങ്കയിൽ ആഴ്ത്തുന്നതുമാണ്. M5 ന്യൂസ്, മലപ്പുറം.